ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ കുറച്ച് +2 അക്കൗണ്ടൻസിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു, ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പിലെ ബേസിക് കോൺസെപ്റ്റുകളിൽ നമുക്ക് പ്രധാനമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിക്കണം, കണക്ക് പഠിക്കണം, ഷുവർ ക്വസ്റ്റ്യനാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങാം. പിന്നെ ഗുഡ് വില്ലിൻ്റെ കണക്ക് പഠിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പഠിക്കണം. അപ്പോൾ അതൊക്കെയുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തുടങ്ങാം. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് വിധത്തിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റലും രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും. ഇപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ കണക്കിൻ്റെ ഫോർമാറ്റ് ഇട്ടിട്ടുള്ളത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യാനുള്ളതാണ്. ഈ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിലറിയാം, ഫിക്സഡ് ക്യാപിറ്റലിൽ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒന്ന് പാർട്ട്ണർമാരുടെ കറണ്ട് അക്കൗണ്ടും ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും. എത്ര പാർട്ട്ണറുണ്ടോ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും അവരുടെ കറണ്ട് അക്കൗണ്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ നോക്കാം, കറണ്ട് അക്കൗണ്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. കാരണം ക്വസ്റ്റ്യനിൽ എല്ലാം നമുക്ക് തന്നിരിക്കും. അവർ ബിസിനസ് തുടങ്ങുമ്പോൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ തന്നിരിക്കും. രണ്ട് പാർട്ട്ണറായിരിക്കും മിക്കപ്പോഴും ഉള്ളത്. ആ ചിലപ്പോൾ മൂന്നാവാം, രണ്ട് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ തന്നിരിക്കും. പിന്നെ അവരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അവർ ഷെയർ ചെയ്യുന്ന റേഷ്യോ തന്നിരിക്കും. സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കും. സാലറി പെർ മന്ത് വേണമെങ്കിലും തരാം, പെർ മന്ത് ആണെങ്കിൽ എത്രയാണോ സാലറി തന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. പിന്നെ കമ്മീഷൻ തന്നിരിക്കും, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം ക്വസ്റ്റ്യന് തന്നിരിക്കും. നമ്മൾ ഈ ഫോർമാറ്റ് കാണാതെ പഠിച്ചാൽ ആ ക്വസ്റ്റ്യന് കിടക്കുന്ന സംഭവങ്ങളെടുത്ത് ഇതിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഞാനിതിൽ ഡേറ്റ് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, LF ഉണ്ട്, എയും ബി എന്നും പറഞ്ഞ് രണ്ട് പാർട്ട്ണറാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്കുള്ള എമൗണ്ടുകളെല്ലാം എയിലെ കോളത്തിലും ബിക്കുള്ളതെല്ലാം ബിയിലെ കോളത്തിലും എഴുതണം. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ സാധാരണയായിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്ണർമാരുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ വരുള്ളൂ. എന്തൊക്കെ വരും? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി ആ ക്വസ്റ്റ്യനിൽ നെറ്റ് ലോസാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതും ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അപ്പം ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നെറ്റ് ലോസ് വരുന്നെങ്കിൽ ആ നെറ്റ് ലോസ് എത്ര റേഷ്യോയാണോ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പാർട്ട്ണറിനും വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഡെബിറ്റ് സൈഡിൽ വരുള്ളൂ. ഞാൻ അതിലൊരു ബാലൻസ് ക്യാരി ഡൗൺ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നെറ്റ് ലോസ് ആണെങ്കിൽ ലോസും അവിടെ വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ലോസ് ആണെങ്കിൽ ലോസും ഡെബിറ്റ് സൈഡിൽ വരും. സാധാരണ മിക്കവാറും ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ നമ്മൾ എഴുതൂ. ഇനി അടുത്ത് ക്രെഡിറ്റ് സൈഡിലാണ് സംഭവങ്ങളെല്ലാം എഴുതാനുള്ളത്. ഫസ്റ്റ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ക്വസ്റ്റ്യനിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് എന്നും പറഞ്ഞ് രണ്ടുപേരെയും ബാലൻസ് എഴുതാം. ചില ക്വസ്റ്റ്യനിൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ് കൊടുക്കില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസേ കൊടുക്കും. അപ്പം ഞാനിതിപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൊടുത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സാലറി ചിലപ്പോൾ ഒരാൾക്കേ ഉള്ളൂവെങ്കിൽ ഒരാളെ കോളത്തിൽ മാത്രമേ എഴുതാവൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നമ്മൾ പാർട്ട്ണർമാർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് എമൗണ്ട് എത്രയാണോ അതിൽ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വേണമെന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുക. 6 8 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കുക. അപ്പം ആക്ച്വൽ എമൗണ്ട് ചിലപ്പോൾ ക്യാപിറ്റൽ എ കൊണ്ടുവരുന്നത് 50,000 ആണെങ്കിൽ 50,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 വെച്ച് ചെയ്യണം. അടുത്ത് ബിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 lakh ആയിരിക്കും എങ്കിൽ ആ 1 lakh ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. ഇനി അടുത്ത് കമ്മീഷനും രണ്ട് പാർട്ട്ണർക്കും അങ്ങനെ ചിലപ്പം കൊടുക്കില്ല. ആർക്കാണോ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ എമൗണ്ട് കോളത്തിൽ എഴുതണം. ഇനി അടുത്ത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് സൈഡിൽ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എങ്ങനെ എഴുതും? രണ്ട് പാർട്ട്ണർമാർക്ക് കൂടെ ക്വസ്റ്റ്യനിൽ റേഷ്യോ പറഞ്ഞിരിക്കും, ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഓർമ്മിച്ചോളണം, ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലോസ് ആണെങ്കിൽ ആ ലോസ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്ത് പാർട്ട്ണർമാർക്ക് കൊടുക്കും. ഇനി ക്രെഡിറ്റ് സൈഡിൽ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റും ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ അറിയാമല്ലോ, ഏത് സൈഡാണോ കൂടുതൽ അതിൽ നിന്നും കുറവ് കണ്ടുപിടിച്ച് ബാലൻസ് ചെയ്ത്. അതിനെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ബാലൻസ് ചെയ്ത് ഇപ്പുറത്ത് ഡെബിറ്റ് സൈഡിലോട്ടാണ് ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്നത്. അതായത് ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലും ആയതുകൊണ്ടാണ് അങ്ങനെ ബാലൻസ് ചെയ്തത്.
ഇത്രയും ഓർമ്മിച്ചിരുന്നാൽ മതി. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ് ഉണ്ടെങ്കിൽ ലോസ് ഷെയർ ചെയ്ത് കൊടുക്കും റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ. ക്രെഡിറ്റിൽ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇവരുടെ ക്യാപിറ്റൽ പാർട്ട്ണർമാരുടെ ഇപ്പം നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ക്വസ്റ്റ്യനിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എന്തോന്നാണ് കറണ്ട് അക്കൗണ്ടിൽ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ ഒരേ ഒരു എമൗണ്ടേ കാണും. കാരണം അവർ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് എഴുതി അതിനിപ്പുറത്ത് ക്യാരി ഡൗൺ ചെയ്യണം. കാരണം വേറൊരു എമൗണ്ട് ഇല്ല. ഇനി എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റലും പാർട്ട്ണർ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് എന്തോന്നാണ് അതും എടുത്ത് ഇതിനകത്ത് എഴുതി കൊടുക്കാം. അപ്പം ഇത് ഇത്രയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലുള്ളത്. 2 അക്കൗണ്ട്, പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്ണർമാരുടെ എന്തോന്നാണ് കറണ്ട് അക്കൗണ്ട് വരയ്ക്കുക. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വരും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വരുമ്പോൾ ആകെ ഒരേ ഒരു അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ വരയ്ക്കും. അതായത് പാർട്ട്ണർമാരുടെ എന്തോന്നാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൽ ഒരേ ഒരു അക്കൗണ്ടേ ഉള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ ഫിക്സഡ് ക്യാപിറ്റലിൽ കറണ്ട് അക്കൗണ്ടിൽ എഴുതിയതെല്ലാം എടുത്ത് ഇതിനകത്ത് എഴുതും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയതെല്ലാം ഇതിനകത്ത് എഴുതും. ആകെ ഒരു അക്കൗണ്ട്, എല്ലാ ട്രാൻസാക്ഷൻസും എന്തോന്നാണ് ഇതിനകത്ത്. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ക്യാപിറ്റലിന് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് എഴുതും. ഇനി ക്യാഷ് എന്ന് പറഞ്ഞാൽ അഡീഷണലായിട്ട് നമ്മൾ ചിലപ്പം ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് അഡീഷണലായിട്ട് ക്യാഷ് കൊണ്ടുവരണമെങ്കിൽ അത് ക്യാഷ് എന്ന് പറഞ്ഞ് ആരാണോ കൊണ്ടുവരുന്നത് അവരുടെ കോളത്തിന് നേരെ എമൗണ്ട് എഴുതും. ഇനി ഫർണിച്ചറോ ലാൻഡോ ആണ് എയോ ബിയോ കൊണ്ടുവരണമെങ്കിൽ അവരുടെ എമൗണ്ട് കോളത്തിൽ അത് എഴുതും. പിന്നെ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാം നേരത്തെ പറഞ്ഞു ആർക്കൊക്കെ ഉണ്ടോ അവരുടെ എമൗണ്ട് എടുത്ത് അവരവരുടെ എമൗണ്ട് കോളത്തിൽ എഴുതും. ഇൻട്രസ്റ്റ് കാണാനുള്ളത് എത്രയാണോ ക്യാപിറ്റൽ, 50,000 ക്യാപിറ്റലെങ്കിൽ 50,000 ഇൻറ്റു റേറ്റ് പറഞ്ഞിരിക്കും ഡിവൈഡഡ് ബൈ 100. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പ്രോഫിറ്റ് ആണെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്തോന്ന് ചെയ്യും, ഓരോ പാർട്ട്ണർമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി ഇപ്പുറത്ത് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ എഴുതുള്ളൂ. അതുപോലെ ഇത് ലോസാണ് ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ലോസാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തോന്ന് ചെയ്യും, പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇത് റേഷ്യോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈക്വലി എന്ന് പറഞ്ഞാൽ 1:1, 2:1, 2:3 അങ്ങനെ പല റേഷ്യോസ് കാണാം. അപ്പോൾ എത്രയാണോ ക്വസ്റ്റ്യനിൽ റേഷ്യോ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിധിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ഒരു കണക്ക് മസ്റ്റായിട്ട് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനാണ്. മിക്ക എക്സാമിനും ഷുവർ ക്വസ്റ്റ്യനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ 2 അക്കൗണ്ട് പോലെയൊക്കെ തന്നെയാണ് ഇതിൽ നമ്മൾ ഡെബിറ്റിൽ എഴുതിയതിൽ ക്രെഡിറ്റിലും അതിൽ ഡെബിറ്റിൽ എഴുതിയത് ഇതിൽ ക്രെഡിറ്റിലും അതിൽ ക്രെഡിറ്റിൽ എഴുതിയത് ഇത് ഡെബിറ്റിലും എഴുതും. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എഴുതൂല. ആ ഡ്രോയിങ്സ് നമ്മൾ നേരെ ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനകത്ത് ആദ്യം ഞാൻ ക്രെഡിറ്റ് സൈഡിൽ പറയാം. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഒരു എമൗണ്ട് കോളേ കാണൂ. ക്വസ്റ്റ്യനിലെ നെറ്റ് പ്രോഫിറ്റ് ടോട്ടൽ എത്രയുണ്ടോ അതെടുത്ത് എമൗണ്ട് കോളത്തിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചിലപ്പോൾ 2 പേർക്കും കാണും എങ്കിൽ ആ ഇന്നർ കോളത്തിനകത്ത് എക്ക് എത്രയാണോ എഴുതി ബിക്ക് എത്രയാണോ എഴുതിയിട്ട് അത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ എന്തോന്ന് ചെയ്യും, ഇപ്പുറത്തെ കോളത്തിൽ എഴുതും. ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് പഠിക്കാനുള്ള കണക്കെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്, എല്ലാ വർഷവും വരും. മറ്റേ 2 കണക്ക് പോലെ തന്നെയാണ്. അതിൽ ഡെബിറ്റിൽ എഴുതുന്നത് ഇവിടെ ക്രെഡിറ്റിലും, ഇവിടെ ക്രെഡിറ്റിൽ എഴുതുന്നത് അവിടെ ഡെബിറ്റിലും. അങ്ങനെ ഒരു വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഡ്രോയിങ്സ് ഒരിക്കലും എഴുതൂല. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതാതെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഡെബിറ്റ് സൈഡ് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു എമൗണ്ട് കോളേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെ എഴുതും, ക്രെഡിറ്റിൽ എഴുതും. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റിൽ എഴുതും. അതായത് ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റും എഴുതും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എഴുതും. എന്നിട്ട് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2 പേർക്കായിരിക്കും പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇന്നർ കോളത്തിനകത്ത് എ എന്നും പറഞ്ഞ ഒരാളെ എമൗണ്ടും ബി എന്നും പറഞ്ഞ ഒരാളെ എമൗണ്ടും എഴുതിയിട്ട് അത് ഔട്ടർ കോളത്തിലോട്ട് എഴുതുക.
അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ലോസ് എന്നും പറഞ്ഞൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഡെബിറ്റിൽ നോക്കാം. ലോസ് ആണെങ്കിൽ ഡെബിറ്റിൽ എടുത്ത് നമ്മൾ എമൗണ്ട് അങ്ങ് എഴുതും. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, റിസർവ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റിൽ എഴുതുള്ളൂ. ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലും കറണ്ട് അക്കൗണ്ടിലും എന്തോന്നാണ് ക്രെഡിറ്റിൽ എഴുതിയ ഐറ്റങ്ങളാണ്. ലോസ് വരണമെങ്കിൽ അത് ഡെബിറ്റിൽ എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരണമെങ്കിൽ രണ്ടുപേർക്കും കൂടെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ വീതിച്ച് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അത് കൂട്ടിയെടുത്ത് ഔട്ടർ കോളത്തിൽ എഴുതുക. സാലറി അതുപോലെ എഴുതും. ഇപ്പം സാലറി എക്ക് മാത്രമാണെങ്കിൽ എ സാലറി എന്ന് എഴുതും. കമ്മീഷൻ ബിക്ക് ആണെങ്കിൽ ബീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് എഴുതും. റിസർവ് ചിലപ്പോൾ രണ്ടുപേർക്കും ആയിരിക്കും, അതുമെങ്കിൽ രണ്ടുപേർക്കും പറഞ്ഞിട്ടുള്ള റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ആൻസർ കിട്ടണമെങ്കിൽ അത് ലോസാണ്. അത് തന്നിട്ടുള്ള റേഷ്യോയിൽ രണ്ട് പാർട്ണർമാർക്കും എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ എന്നും പറഞ്ഞ് വീതിച്ചു കൊടുക്കും. ഇനി ഡെബിറ്റിലാണ് ആൻസർ കിട്ടണമെങ്കിൽ പ്രോഫിറ്റാണ്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റാണ് കിട്ടുന്നത്. അത് നമ്മൾ രണ്ട് പാർട്ണർമാർക്കും തന്നിട്ടുള്ള റേഷ്യോയിൽ എന്തോന്ന് ചെയ്യും, വീതിച്ചു കൊടുക്കും. ഏറ്റവും എളുപ്പമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡെബിറ്റിൽ ലോസ് എഴുതും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതും, സാലറി, കമ്മീഷൻ, റിസർവ്. ക്രെഡിറ്റിൽ നെറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ബാലൻസ് ചെയ്യുമ്പോൾ ഉത്തരം ക്രെഡിറ്റ് കിട്ടുന്നുവെങ്കിൽ ലോസും, ഡെബിറ്റ് കിട്ടുന്നുവെങ്കിൽ പ്രോഫിറ്റ്. ഇനി അടുത്ത് രണ്ട് മെത്തേഡാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ. അത് രണ്ടും കൂടെ ഞാൻ ഇന്ന് പറയാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാ തവണയും പ്രോഡക്റ്റ് മെത്തേഡാണ് സാധാരണയായിട്ട് വരുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം ഡേറ്റും തന്നിരിക്കും, പിന്നെ എന്തോന്നാണ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സും തന്നിരിക്കും. ഈ ആദ്യത്തെ 2 കോളം ക്വസ്റ്റ്യനാണ്, ബാക്കി എന്തോന്നാണ് ആൻസർ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനുവരി 31 എത്ര രൂപ എടുക്കും? ജനുവരി 31 1000 രൂപ എടുക്കും. അപ്പോൾ ആ ജനുവരി മാസം നമ്മൾ കണക്കാക്കൂല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ വരെ എത്ര മാസമുണ്ട്? 11 മാസമുണ്ട്. ജനുവരി കൂട്ടൂല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ പീരീഡ്സിൻ്റെ അവിടെ 11 എഴുതിയിട്ട് ഈ 1000വും എടുക്കുന്ന ഡ്രോയിങ്സ്, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സും പീരീഡ്സും കൂടെ ഇൻറ്റു ചെയ്ത് അപ്പുറത്ത് 11,000 രൂപ എഴുതും. അതാണ് പ്രോഡക്റ്റ്. അടുത്തത് മാർച്ച് മാസത്തിലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ അടുത്തത് മാർച്ച് 31 മാർച്ച് 31 ഞാനൊന്ന് ക്വസ്റ്റ്യൻ മാർച്ച് ഇട്ടു. മാർച്ച് ആണോ മെയ് ആണോ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. മാർച്ച് മാസം തന്നെ, മാർച്ച് 31 ക്യാഷ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാർച്ച് കൂട്ടൂല. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 9 മാസം. 1500 × 9. അടുത്ത് മെയ് 31 100 രൂപ എടുക്കും. മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 7 മാസം. അതായത് ഡിസംബർ 31 ബിസിനസ് തീരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ച് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ 31 വീണ്ടും 200 രൂപ എടുക്കും. അപ്പം ജൂലൈ കഴിഞ്ഞാൽ എത്തുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം 5. അപ്പം 200 × 5 അപ്പുറത്ത് 1000 എഴുതും. അടുത്ത് സെപ്റ്റംബർ 30 ആ മാസം കൂട്ടൂല. ഒക്ടോബർ, നവംബർ, ഡിസംബർ 1000 രൂപ എടുക്കും. 3 മന്ത്. 1000 × 3 3000. അടുത്ത് നവംബർ 30. അപ്പം നവംബർ കൂട്ടൂല, ഡിസംബർ കൂട്ടും. 1 മന്ത്. 600 × 1. അപ്പോൾ ഈ പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കാനുള്ള. ഇത്രയും രൂപയാണ് ഒരു വർഷത്തെ ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഡ്രോയിങ്സിന് ഒരു മാസം, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ പിൻവലിക്കുന്ന ക്യാഷ്. അപ്പോൾ ഇത്രയും ഡ്രോയിങ്സിന് ഒരു മന്ത് എത്ര രൂപ ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 × 1/12. അതായത് 12 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മന്ത്, 1 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കാണാനുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ 6% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂട്ടിയ 29,800 × 6/100 × 1/12. അപ്പോൾ 149 രൂപ കിട്ടും. അപ്പോൾ ഒരു മാസത്തേക്ക് എത്രയാണ് ഇൻട്രസ്റ്റ്? 149. ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഈ പ്രോഡക്റ്റ് മെത്തേഡ്. ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറെ 3 രീതിയിൽ വരാം. എല്ലാ മാസവും എ ഫിക്സഡ് എമൗണ്ട് മേ ബി വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് എവരി മന്ത്. എല്ലാ മാസവും ആദ്യമാണ് നമ്മൾ പൈസ പിൻവലിക്കണമെങ്കിൽ ആവറേജ് പീരീഡ് കണ്ട്, ആവറേജ് പീരീഡ് 6.5 വെച്ചാണ് ചെയ്യാനുള്ളത്. ഇനി മിഡിൽ ഓഫ് ദ മന്താണ് ചെയ്യുന്നതെങ്കിൽ എന്തോന്നാണ് ആവറേജ് പീരീഡ് ഡിവൈഡഡ് ബൈ 2. മിഡിലായതുകൊണ്ട് 2, അതായത് 12/2. അപ്പോൾ 6 മാസം. ഇനി എൻഡ് ഓഫ് ദി മന്ത് ആണെങ്കിൽ എല്ലാ മാസത്തിൻ്റെ അവസാനം
നമുക്ക് ടോട്ടൽ മന്ത് എത്രയുണ്ട്? 12. 12ൽ നിന്ന് 1 കുറച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5.5. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല. ഈ 3 മോഡൽ കണക്ക് ഞാൻ നാളെ ഇടാം. ഇന്നെല്ലാം കൂടെ ആകുമ്പം ഒരുപാടായിപ്പോകും. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.